ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 25 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 26 മുതൽ 32 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, യാസീൻ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട ആ ജനതയുടെ അടുത്തേക്ക് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ധൃതിപ്പെട്ടുകൊണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹം ആ ആളുകളോട് യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രവുമല്ല, അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഏറ്റവും അവസാനം. ശേഷം അള്ളാഹു പറയുന്നു, ഖീല ദുഖുലിൽ ജന്നത്ത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖീല പറയപ്പെട്ടു, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ അത് ആരാണ് പറഞ്ഞു എന്നുള്ളത് അവിടെ ബോധ്യമാകും. അതേസമയത്ത് ഖീല എന്ന് പറയുമ്പോൾ പറയപ്പെട്ടു, ആരാണത് പറഞ്ഞതെന്ന് പറയില്ല. ഖീല പറയപ്പെട്ടു. ഉദ്ഖുൽ, ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. അതിൻ്റെ കൽപ്പനക്രിയ ഉദ്ഖുൽ, നീ പ്രവേശിക്കുക, താങ്കൾ പ്രവേശിക്കുക. അൽ ജന്നത്ത, സ്വർഗത്തിൽ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത്ത. യാ ലൈത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ്. അത് സാധാരണ നടക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് യാ ലൈത്ത ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലായല്ലയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ യാ ലൈത്ത, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഖൗമി, എൻ്റെ ജനത, എൻ്റെ സമൂഹം, എൻ്റെ ആളുകൾ. യഅലമൂൻ, അലിമ അറിഞ്ഞു, യഅലമു അറിയുന്നു, യഅലമൂൻ അവർ അറിയും, അവർ അറിയുന്നു. അപ്പോൾ അവർ അറിയുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ലൈത്ത ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞാൽ ആ യഅലമൂൻ എന്നുള്ളതിനോട് കൂടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അറിയുന്നു എന്നുള്ളതിൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ, അവർ അറിയുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആര്? ഖൗമി, എൻ്റെ സമൂഹം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം, ഖീല ദഖുലിൽ ജന്നത്ത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമൂഹം ഇത് അറിയുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അടുത്തായത്ത്, ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ബിമാ, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഓട്, അതിനെപ്പറ്റി, അതിനെ സംബന്ധിച്ച് പല അർത്ഥങ്ങളും കൊടുക്കും. മാ എന്ന് പറഞ്ഞാൽ അത്, യാതൊന്ന്. ബിമാ, അതിനെപ്പറ്റി. ഗഫറ, പുറത്തു കൊടുത്തു. ലീ, എനിക്ക്. അപ്പോൾ ബിമാ ഗഫർ ലീ, എനിക്ക് പുറത്തു തന്നതിനെപ്പറ്റി. ആര്? റബ്ബി, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ. വ ജഅലനി, ജഅല ആക്കി, ജഅലനി എന്നെ ആക്കി. വ ജഅലനി, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നെ ആക്കുകയും ചെയ്തു. മിനൽ മുക്രമീൻ, അക്രമ എന്ന് പറഞ്ഞാൽ ആദരിച്ചു എന്നാണ്. മുക്രം, ആദരിക്കപ്പെട്ടവൻ. മുക്രമൂൻ, മുക്രമീൻ എന്നൊക്കെ പറഞ്ഞാൽ ആദരിക്കപ്പെട്ടവർ. മിനൽ മുക്രമീൻ, ആദരിക്കപ്പെട്ടവരിൽ, ബഹുമാനിക്കപ്പെട്ടവരിൽ, ആദരവ് കിട്ടിയവരിൽ. അപ്പോൾ ബിമാ ഗഫറലി റബ്ബി വ ജഅലനി മിനൽ മുക്രമീൻ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതിനെപ്പറ്റി, അതുമാത്രമല്ല എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതിനെപ്പറ്റിയും. അടുത്തായത്, വമാ അൻസൽന അലാ ഖൗമിഹി. അൻസല, അവതരിപ്പിച്ചു, ഇറക്കി. അൻസൽന, നാം അവതരിപ്പിച്ചു, നാം ഇറക്കി. അതിനു മുമ്പിൽ മാ വന്നു, അപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. മാ അൻസൽന, നാം അവതരിപ്പിച്ചിട്ടില്ല, നാം ഇറക്കിയിട്ടില്ല.
ഇവിടെ തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്. പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. ഇസ്തിനാഫിയുടെ വാവ് എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലൊരു വാവ് ചേർക്കും. അതിനാണ് ഇസ്തിനാഫിയുടെ വാവ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. അപ്പോൾ വമാ അൻസൽന എന്ന് പറയുമ്പോൾ നാം അവതരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം അർത്ഥം കൊടുത്താൽ മതി. അലാ ഖൗമിഹി, ഖൗമ് ജനത, സമൂഹം, ഖൗമിഹി അദ്ദേഹത്തിൻ്റെ സമൂഹം, അലാ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മേൽ, അയാളുടെ സമൂഹത്തിൻ്റെ മേൽ, മിം ബാദിഹി ബാദ ശേഷം, മിം ബാദി ശേഷത്തിൽ നിന്ന് പറഞ്ഞാൽ അതൊരു പദപ്രയോഗമാണ്, ശേഷം എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ഹി അദ്ദേഹത്തിൻ്റെ, മിം ബാദിഹി അദ്ദേഹത്തിന് ശേഷം, മിൻ ജുന്ദിൻ, ജുന്ദ് സൈന്യം, പട്ടാളം, മിൻ എന്നുള്ളത് സൈന്യത്തിൽ നിന്ന്, ഇവിടെ ശരിക്കും മിൻ ജുന്ദിൻ യാതൊരു സൈന്യവും എന്നുള്ള രൂപത്തിൽ പറയാനാണ് മിൻ ഉപയോഗിക്കുക. മിൻ ജുന്ദിൻ ഒരു സൈന്യത്തെയും, യാതൊരു സൈന്യത്തെയും, മിനസ്സമാഇ സമാ ആകാശം, മിനസ്സമാഇ ആകാശത്തിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിനസ്സമാഇ ആകാശത്തിൽ നിന്ന്, വമാ കുന്ന മുൻസിലീൻ, വമാ കുന്ന കാന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നാ എന്നും കൂടെ ചേരുമ്പോൾ കാന എന്നല്ല പറയാ, കുന്ന എന്നാ പറയാം. കാന ആയിരുന്നു അല്ലെങ്കിൽ ആണ്, നാ നാം, അപ്പോൾ കുന്ന നാം ആയിരുന്നു. അതിനു മുമ്പിൽ മാ വന്നു, അപ്പോൾ ഇല്ല, മാ കുന്ന നാം ആയിരുന്നില്ല. അതിൻ്റെയും മുമ്പിലൊരു വാവുണ്ട്, അത്ഫിൻ്റെ വാവ്. അത് മാത്രമല്ല വമാ കുന്ന നാം ആയിട്ടുമില്ല, നാം ആയിരുന്നില്ല. മുൻസിലീൻ, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു. മുൻസിൽ അവതരിപ്പിക്കുന്നവൻ, ഇറക്കുന്നവൻ. മുൻസിലൂൻ, മുൻസിലീൻ എന്നൊക്കെ പറഞ്ഞാൽ അവതരിപ്പിക്കുന്നവർ, ഇറക്കുന്നവർ. വമാ കുന്ന മുൻസിലീൻ നാം ഇറക്കുന്നവർ ആയിരുന്നുമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് മുൻസിലീൻ എന്നുള്ള ബഹുവചന രൂപം ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം. അടുത്ത ആയത്ത് ഇൻ കാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദത്തൻ. ഇൻ കാനത്ത്, ഇൻ എന്നുള്ളതിന് ഇവിടെ അർത്ഥം ഇല്ല എന്നാണ്. ഇൻ എന്നുള്ളതിന് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല, തീർച്ചയായും, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥം. കാനത്ത് അതായിരുന്നു. അപ്പോൾ ഇൻ കാനത്ത് അത് ആയിരുന്നില്ല. ഇല്ല സ്വൈഹത്തൻ, സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗർജനം, അട്ടഹാസം, ഒരു വലിയ ഘോര ശബ്ദം. ഇല്ലാ സ്വൈഹത്തൻ ഘോര ശബ്ദമല്ലാതെ, ഗർജനമല്ലാതെ, അട്ടഹാസമല്ലാതെ. വാഹിദത്തൻ ഒന്ന് അല്ലെങ്കിൽ ഒരു. അപ്പോൾ സ്വൈഹത്തൻ വാഹിദത്തൻ ഒരു അട്ടഹാസം, ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഒരു അട്ടഹാസമല്ലാതെ. ഫ ഇദാഹും, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്. ഇതാ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഫ ഇദാ എന്നുള്ളത് ഒന്നിച്ച് അപ്പോഴതാ എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക. ഇദാ ജ എന്നുള്ളിടത്തൊക്കെ അങ്ങനെ ആയാൽ എന്നുള്ള അർത്ഥമൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ ഇദാ അപ്പോഴതാ, ഹും അവർ, ഹാമിദൂൻ, ഹമദ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങി അല്ലെങ്കിൽ നശിച്ചു, കത്തി അമർന്നു എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിനുള്ളത്. ഹാമിദ് കെട്ടടങ്ങിയവൻ അല്ലെങ്കിൽ നശിച്ചവൻ, ഹാമിദൂൻ നശിച്ചവർ, കെട്ടടങ്ങിയവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ഹാമിദൂൻ. അത് ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല, അപ്പോഴതാ അവരെല്ലാം നശിച്ചിരിക്കുന്നു, കെട്ടടങ്ങിയിരിക്കുന്നു. അടുത്ത ആയത്ത് യാ ഹസ്രത്തൻ അലൽ ഇബാദ്. യാ ഹസ്രത്തൻ, ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നാശം അല്ലെങ്കിൽ കഷ്ടം. യാ ഹസ്രത്തൻ കഷ്ടമേ, നാശമേ, അല്ലെങ്കിൽ വല്ലാത്തൊരു കഷ്ടം തന്നെ, വല്ലാത്തൊരു നാശം തന്നെ. അലൽ ഇബാദ്, അബ്ദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇബാദ്. അബ്ദ് അടിമ, ഇബാദ് അടിമകൾ. അലൽ ഇബാദ് അടിമകളുടെ മേൽ അല്ലെങ്കിൽ ആ അടിയാന്മാരുടെ മേൽ. മാ യഅ്തീഹിം മിൻ റസൂലിൻ, മാ യഅ്തീഹിം, അതാ എന്ന് പറഞ്ഞാൽ വന്നു, യഅ്തീ വരും, വരുന്നു. യഅ്തീഹിം അവർക്ക് വരും, അവർക്ക് വരുന്നു. മാ യഅ്തീഹിം അവർക്ക് വരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വന്നിരുന്നില്ല. മിൻ റസൂലിൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, റസൂല് ദൂതൻ. മിൻ റസൂലിൻ ഒന്നിച്ച് പറയുമ്പോൾ ദൂതനിൽ നിന്ന് എന്നല്ല, യാതൊരു ദൂതനും. ഇല്ലാ കാനു ബിഹി യസ്തസിഊൻ, ഇല്ലാ കാനു, കാന ആയിരുന്നു, കാനു അവർ ആയിരുന്നു, ഇല്ലാ കാനു അവർ ആയിരുന്നിട്ടല്ലാതെ, ബിഹി അദ്ദേഹത്തെപ്പറ്റി, ആ വന്ന ആളെപ്പറ്റി. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഹി അവൻ, അദ്ദേഹം, ബിഹി അദ്ദേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി. യസ്തഹ്സിഊൻ, ഇസ്തഹ്സ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു എന്നാണ്. യസ്തഹ്സിഉ പരിഹസിക്കും, പരിഹസിക്കുന്നു. യസ്തഹ്സിഊൻ അവർ പരിഹസിക്കും അല്ലെങ്കിൽ അവർ പരിഹസിക്കുന്നു. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ. അവർ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ അവരിലേക്ക് യാതൊരു ദൂതനും വന്നിട്ടില്ല. കഷ്ടം തന്നെ, ആ ഒരു അടിമകളുടെ കാര്യം കഷ്ടം തന്നെ. അടുത്ത ആയത്ത് അലം യറൗ കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ
റഅ കണ്ടു, യറൗ കാണുന്നു, യറൗന അവർ കാണും, അവർ കാണുന്നു. അതിനുമുമ്പിൽ ലം വരുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. ലം യറൗ, ലം യറൗന എന്ന് പറയില്ല, അവസാനത്തെ നൂന് പോവും. ലം യറൗ അവർ കണ്ടില്ല. അവർ കാണുന്നു എന്നാണ് യറൗന എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ ലം വരുമ്പോൾ അവർ കാണുന്നില്ല എന്നല്ല അർത്ഥം പറയേണ്ടത്, അവർ കണ്ടില്ല. അപ്പോൾ ലം യറൗ അവർ കണ്ടില്ല. അതിന് മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയുള്ള ഹംസ ഉണ്ട്. അലം യറൗ അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർ കണ്ടറിഞ്ഞില്ലേ, അവർ മനസ്സിലാക്കിയില്ലേ എന്നാണ് ഉദ്ദേശം. അവർ മനസ്സിലാക്കിയിട്ടില്ലേ. കം അഹ്ലക്ന, കം എത്ര. അഹ്ലക്ന, അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. ഹലാക്ക് നാശം, പലപ്പോഴും മലയാളത്തിൽ തന്നെ ആ ഒരു പദം ഉപയോഗിക്കാറില്ലേ, വല്ലാത്തൊരു ഹലാക്ക് എന്നൊക്കെ. അഹ്ലക്ക നശിപ്പിച്ചു, അഹ്ലക്ക് നാ നാം നശിപ്പിച്ചു, നാ എന്ന് പറഞ്ഞാൽ നാം. ഖബ്ലഹും, ഖബ്ല മുമ്പ്, ഹും അവർക്ക്, ഖബ്ലഹും അവർക്ക് മുമ്പ്. മിനൽ ഖുറൂനി, ഖർന് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുറൂൻ, തലമുറ എന്നാണ് ഖർന് എന്നുള്ളതിൻ്റെ അർത്ഥം. ഖുറൂന് തലമുറകൾ. മിനൽ ഖുറൂനി തലമുറകളിൽ നിന്ന്. അന്നഹും തീർച്ചയായും അവർ, അന്ന എന്നുള്ളതിന് എന്ന് എന്നുള്ള അർത്ഥമുണ്ട്, രണ്ടർത്ഥവും ഇവിടെ യോജിക്കും. അന്നഹും അവർ അങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ തീർച്ചയായും അവർ. ഇലൈഹിം അവരിലേക്ക്, ഇല ലേക്ക്, ഹിം അവർ, ഇലൈഹിം അവരിലേക്ക്. ലാ യർജിഊൻ റജഅ മടങ്ങി, യർജിഉ മടങ്ങും മടങ്ങുന്നു, യർജിഊൻ അവർ മടങ്ങും അവർ മടങ്ങുന്നു. ലാ യർജിഊൻ അവർ മടങ്ങുന്നില്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അലം യറൗകം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർക്ക് മുമ്പ് തലമുറകളിൽ നിന്ന് എത്ര പേരെ നാം നശിപ്പിച്ചു എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ, അവർ കണ്ടറിഞ്ഞിട്ടില്ലേ. മാത്രമല്ല അവർ ഇവരിലേക്ക് തിരിച്ചു വരുന്നവരല്ല എന്നും, അല്ലെങ്കിൽ തീർച്ചയായും അവർ ഇവരിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും. അടുത്ത ആയത്ത് വ ഇൻ കുല്ലുൻ ലമ്മ ജമീഉൽ ലദൈന മുഹ്ളറൂൻ. വ ഇൻ കുല്ലുൻ, തുടക്കത്തിലുള്ള വാവ് അത്ഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞ കാര്യവുമായിട്ട് ഇതും കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല ഇനി പറയുന്നതും എന്ന രൂപത്തിൽ. ഇവിടെ ഇൻ എന്നുള്ളതിന് ഇല്ല എന്നുള്ള അർത്ഥവും കൊടുക്കുക, തീർച്ചയായും എന്നുള്ള അർത്ഥവും കൊടുക്കാം. ഇൻ കുല്ലുൻ എല്ലാവരും ഇല്ല. ലമ്മ അല്ലാതെ, ഇവിടെ ലമ്മ എന്നുള്ളതിന് അല്ലാതെ എന്നുള്ള അർത്ഥവും കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവൻ എന്നുള്ള അർത്ഥവും കൊടുക്കാം. ജമീഉൻ ഒന്നിച്ച് എല്ലാവരും. ലദൈന നമ്മുടെ അടുക്കൽ. മുഹ്ളറൂൻ, അഹ്ലറ എന്ന് പറഞ്ഞാൽ ഹാജരാക്കി എന്നാണ്. മുഹ്ളർ ഹാജരാക്കപ്പെടുന്നവൻ, മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവർ. അപ്പോൾ വ ഇൻ കുല്ലുൽ ലമ്മ ജമീഉൽ ലദൈന മുഹ്ളറൂൻ, അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇൻ എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുത്ത്, ലമ്മ എന്നുള്ളതിന് മുഴുവൻ എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാലും ഈ അർത്ഥം തന്നെയാണ് കിട്ടുക. അതായത് വ ഇൻ കുല്ലുൻ അവരെല്ലാവരും തീർച്ചയായും, ലമ്മ ജമീഉൻ എല്ലാവരും ഒന്നിച്ച്, ലദൈന മുഹ്ളറൂൻ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടും. അപ്പോൾ ആ രൂപത്തിലും രണ്ട് രൂപത്തിൽ കൊടുത്താലും അർത്ഥം ഒന്ന് തന്നെയാണ് വരിക. ഇപ്പോൾ നമ്മൾ ഈ ആയത്തുകളിലെ പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. എന്താണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്? തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി, ആ ജനതയുടെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു, ധൃതിപ്പെട്ടുകൊണ്ട് വന്നു. സ്വാഹിബു യാസീൻ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അദ്ദേഹം ആ ഒരു പണിക്കിറങ്ങിയത്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഗുണകാംക്ഷ മനസ്സാണല്ലേ. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഈ പാവങ്ങൾ ഇവരും രക്ഷപ്പെടണം. ഞാൻ അറിഞ്ഞ ഈ ഒരു അറിവ്, ഈ ഒരു യാഥാർത്ഥ്യം ഇവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇവരൊന്നടങ്കം അപകടത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന ആ ഒരു ഗുണകാംക്ഷ മനസ്സാണ്. അല്ലാതെ എന്തെങ്കിലും കാര്യലാഭം ഉണ്ടായിട്ടല്ല അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തോട് ആരും വന്ന് നിർബന്ധിച്ചിട്ടുമല്ല. അദ്ദേഹം ആ ആളുകളുടെ അടുത്തേക്ക് വന്നു, ആ ആളുകളെ നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ആളുകൾ പറഞ്ഞു, നീ ഇങ്ങനെ തുടർന്നാൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞാട്ടും എറിഞ്ഞു കൊല്ലും എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ഖീല ദഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഭൂരിഭാഗം ആളുകളും പറയുന്നത്, ഈ മനുഷ്യനെ ആ ആളുകൾ കൊന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ആ ആളുകൾ കൊന്നത് എന്നതുപോലും ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എറിഞ്ഞിട്ടും നിലത്ത് ചവിട്ടിയിട്ടും അടിച്ചിട്ടും ഒക്കെയാണ് കൊന്നതെന്നൊക്കെ കാണാം. ഏതായാലും കൃത്യമായ രേഖകളൊന്നും ആ രൂപത്തിൽ കാണുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ ആ ആളുകൾ കൊന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത്.
എന്നാൽ ചുരുക്കം ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അദ്ദേഹം നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത് എന്ന രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ ആ ആളുകൾ ഇല്ലാതാക്കി അല്ലെങ്കിൽ കൊന്നു എന്നുള്ള ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം അടുത്ത ആയത്തിൽ ആ വിശദീകരണത്തോട് യോജിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഖീല ദഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പറയാണ്. ആ ഒരു ബർസക്കിയായ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബർസക്കിയായ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ള സൂചനയും ഇതിനകത്ത് വരുന്നുണ്ട്. മരണത്തിന് ശേഷം, നമ്മൾ മരിച്ചതിന് ശേഷം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അതിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു കാലമുണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ടു, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് വരും, അന്ന് പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. പക്ഷേ ആ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ്, നമ്മൾ മരിച്ചതിന് ശേഷം പരലോകത്ത് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടം, അതാണ് ബർസക്കിയായ കാലഘട്ടം. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞു, യാ ലൈത്ത ഖൗമി യഅലമൂൻ, എൻ്റെ ആളുകൾ ഇതൊക്കെ ഒന്ന് അറിയുന്നവരായിരുന്നെങ്കിൽ. എൻ്റെ ആളുകൾ എനിക്ക് സംഭവിച്ച ഈ കാര്യം, അവരെന്നെ നശിപ്പിച്ചു, ഇല്ലാതാക്കി, പക്ഷേ അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് നൽകി, എന്നോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് എൻ്റെ നാട്ടുകാരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നാട്ടുകാരറിഞ്ഞാൽ എന്താ കാര്യം? അങ്ങനെയാണെങ്കിലെങ്കിലും അവർ ഈ യാഥാർത്ഥ്യം ഒന്ന് വിശ്വസിച്ച് അവരും ഇതുപോലെ നല്ല ഒരു ദീനിലേക്ക് വരുമായിരുന്നല്ലോ എന്നാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ മനസ്സ്. നോക്കൂ നിങ്ങൾ, ഒരു നല്ല പ്രബോധകൻ്റെ മനസ്സുകൂടെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും ആ ആളുകൾ നല്ല രൂപത്തിലാവാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അവർക്കെന്തെങ്കിലും ശിക്ഷ ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവണമെന്നോ അല്ല, എന്നെ അവർ നശിപ്പിച്ചതിന് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നല്ല. എൻ്റെ ഈ അവസ്ഥ അവരൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരും കൂടെ ഇതുപോലെ നല്ല രൂപത്തിൽ ജീവിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു തേട്ടം, എന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നത്. അവിടെ യാ ലൈത്ത എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് യാ ലൈത്ത ഉപയോഗിക്കുക. അവരെല്ലാവരും എന്നോട് റബ്ബ് പറഞ്ഞ ഈ കാര്യമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണല്ലോ. അതൊരിക്കലും അവരറിയില്ലല്ലോ. അവർ ഭൂമി ലോകത്താണ്, ഇദ്ദേഹം മരിച്ച ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ബർസക്കിയായ അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അവർക്കറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരിക്കലും സാധ്യമില്ലാത്തൊരു കാര്യം പറയുമ്പോഴാണ് യാ ലൈത്ത ഉപയോഗിക്കുക. അതുകൊണ്ട് അവർക്കത് കഴിയില്ല. അവർക്ക് എന്തായാലും ഈ സംഭവമൊന്നും അവർക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ്, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തൊക്കെയാണ് അറിയേണ്ടത്? ബിമാ ഗഫറലി റബ്ബി വജാലനി മിനൽ മുക്രമീൻ, എനിക്കെൻ്റെ റബ്ബ് പുറത്തു തന്ന കാര്യവും എന്നെ ആദരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തിയ കാര്യവും. എൻ്റെ അടുത്ത് പല തെറ്റുകളും മുമ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ ഈ യാഥാർത്ഥ്യം വിശ്വസിക്കുന്നത് വരെ, ആദ്യകാലത്തൊക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് വരെ ഞാൻ ജീവിച്ചപ്പോൾ പല തെറ്റുകളും പല പാപങ്ങളും ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്ന കാര്യവും മാത്രവുമല്ല, എന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ കാര്യവും. ഇത് അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹത്തെ ഇവർ വധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഷഹീദായവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തെ ആദരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആ കാര്യം അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഇനി അടുത്ത ആയത്തിൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ ആകാശത്ത് നിന്ന് യാതൊരു സൈന്യത്തെയും നാം ഇറക്കിയിട്ടില്ല, നാം അങ്ങനെ ഇറക്കുന്നവനുമല്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇവിടെ നാം അങ്ങനെ ഇറക്കുന്നവരുമല്ല എന്നുള്ള ബഹുവചന രൂപമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു ബഹുവചന രൂപത്തിലാണല്ലോ ഉപയോഗിക്കുക. അൻസൽന, നാം ഇറക്കി. അത് ആ ഒരു അള്ളാഹുവിൻ്റെ പ്രൗഢിയും മഹത്വമാണ് കാണിക്കുന്നത്. നാം എന്നുള്ളത് ഞാൻ ഇറക്കി എന്ന് പറയുന്നതിനേക്കാൾ നാം ഇറക്കി, ആ ഒരു ബഹുവചന രൂപത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ മാ കുന്ന, നാം ആയിരുന്നില്ല. അവിടെ കുന്ന എന്നുള്ളത് ബഹുവചന രൂപമാണ്. ആ ബഹുവചന രൂപത്തോട് ചേർത്തി പറയുമ്പോൾ മുൻസിൽ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം മുൻസിലീൻ എന്നുള്ള ബഹുവചന രൂപം തന്നെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവതരിപ്പിക്കുന്നവർ, ഇറക്കുന്നവർ എന്ന് നമ്മൾ അർത്ഥം പറയേണ്ടതില്ല, നമ്മൾ ഇറക്കുന്നവൻ എന്നുള്ള അർത്ഥം തന്നെ പറഞ്ഞാൽ മതി. ശരി, അപ്പോൾ എന്താണ് ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം? ആ ജനതയുടെ മേൽ അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നാം ആകാശത്തു നിന്ന് ഒരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു വലിയ സൈന്യത്തെയൊന്നും ഇറക്കിയിട്ട് അവരെ നശിപ്പിക്കാൻ മാത്രം ഒന്നും അവരില്ല. ആ തരത്തിലുള്ള ആളുകളൊന്നും അല്ല അവരെ നിസ്സാരന്മാരാക്കി കാണാണ്. അള്ളാഹു അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ നിസ്സാരമായിട്ട് അവരെ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കും. അത്രയും ആ രൂപത്തിലൊക്കെ പ്രവർത്തിച്ച ആളുകളുടെ ഒരു അവസാനം എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു പറയാണ്.
അവരങ്ങ് കീഴ്പ്പെടുത്തി തോൽപ്പിച്ചതൊന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ എത്ര നിസ്സാരന്മാരായിരുന്നു. ഈ തരത്തിലൊക്കെ പ്രവർത്തിച്ച അവർ എത്ര നിസ്സാരന്മാരായിരുന്നു. കാരണം എന്താണ്? ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫഇദാഹും ഖാമിദൂൻ. അത് ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതോടുകൂടി അവരെല്ലാം കെട്ടടങ്ങി. അവരെ നശിപ്പിക്കാൻ ഒരു ഘോര ശബ്ദം, ഒരു ശബ്ദം, ആ ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചു. പെട്ടെന്ന് അവരെ ഒന്നിച്ചങ്ങ് ഇല്ലാതാക്കി. അല്ലാതെ ഒരു സൈന്യം ചെന്ന് കീഴ്പ്പെടുത്തി, ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഒരുപാട് യുദ്ധം ചെയ്ത് അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ വളരെ നിസ്സാരന്മാരാണ്. അള്ളാഹു അവരെ നശിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരൊറ്റ ശബ്ദം കൊണ്ട്, ഒരു ശബ്ദം ഉണ്ടാകുന്ന ആ സമയം കൊണ്ട് അവരില്ലാതാകും. ആ തരത്തിൽ അള്ളാഹു ഒരു ശബ്ദം കൊണ്ട് അവരില്ലാതാക്കി. അതോടുകൂടി അവരെല്ലാം കെട്ടടങ്ങി, അവരെല്ലാം നശിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. എല്ലാം കൂടെ കത്തിച്ചാമ്പലാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, കെട്ടടങ്ങുന്ന അവസ്ഥ. ആ രൂപത്തിൽ അവരങ്ങ് നശിച്ചു പോയി, അവരില്ലാതെയായിപ്പോയി. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ ഹസ്രത്തൻ അലൽ ഇബാദ്. ആ ജനതയുടെ കാര്യം എന്തൊരു കഷ്ടം, വല്ലാത്ത കഷ്ടമേ. യാ ഹസ്രത്തൻ, കഷ്ടമേ, അലൽ ഇബാദ്, ആ ഒരു ജനതയുടെ കാര്യം, അല്ലെങ്കിൽ ആ ജനതയുടെ മേൽ അവരുടെ ഒരു അവസ്ഥ എന്തൊരു കഷ്ടമാണ്. ഇത് ശരിക്കും ഈ ചരിത്രം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ് അള്ളാഹു അവിടെ അങ്ങനെ എടുത്തു പറയുന്നത്. ആ ജനതയുടെ കാര്യം വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്താണ്? അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെ അയച്ചു. ആ സമയത്ത് പരിഹസിച്ചിട്ടല്ലാതെ അവരെ സ്വീകരിച്ചിട്ടില്ല. ആരൊക്കെയാണോ അവരുടെ അടുത്തേക്ക് ചെന്നത് അവരൊക്കെ അവർ പരിഹസിച്ച് വിടല്ലാതെ അവർ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ അവരുടെ അവസ്ഥ. അവരുടെ അടുത്തേക്ക് ഏതൊരു ദൂതൻ ചെന്നു കഴിഞ്ഞാലും ആ ദൂതനെ അവരങ്ങ് പരിഹസിക്കും, അല്ലാതെ അദ്ദേഹം പറയുന്നത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ് അവരുടെ അവസ്ഥ. അവർക്കുണ്ടാകാൻ പോകുന്നൊരു അപകടത്തെ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. വല്ലാത്തൊരു കഷ്ടം തന്നെ അവരുടെ ഒരു അവസ്ഥ. അവർ സ്വയം ദുരന്തത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന രൂപത്തിലാണ് അവിടെ അള്ളാഹു അത് വിശദീകരിക്കുന്നത്. എന്നിട്ട് അലം യറൗകം അഹ്ലക്കിന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർ കണ്ടറിഞ്ഞിട്ടില്ലേ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ അവർക്ക് മുമ്പുള്ള പല സമൂഹത്തെയും അള്ളാഹു നശിപ്പിച്ച കാര്യവും. എന്നിട്ട് ആ നശിപ്പിച്ചതിന് ശേഷം അവരാരും പിന്നീട് ഇവരിലേക്ക് തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇവരുടെ മുൻ തലമുറ പലർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവരാരും പിന്നീട് ഇവരിലേക്കൊന്നും എണീറ്റ് വന്നിട്ടില്ലല്ലോ. അവരാരും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവരാരും മടങ്ങി വന്നിട്ടില്ലല്ലോ. അവരൊക്കെ നശിച്ചു പോയില്ലേ? അതൊന്നും ഇവർക്ക് ആലോചിച്ചൂടെ? ഇതുപോലെ ദൂതന്മാരെ ധിക്കരിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ദൂതന്മാരോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്നും, അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എല്ലാം കഴിയും, ഒരിക്കലും പിന്നെ അവർ തിരിച്ച് മടങ്ങി വരൂല എന്നുള്ള കാര്യവും ഇവർ മനസ്സിലാക്കിയിട്ടില്ലേ? ഇവർക്ക് മുമ്പുള്ള തലമുറക്കൊക്കെ ഇതുപോലെയുള്ള പല അനുഭവങ്ങളുണ്ടായിട്ട് അവരാരും ഇവരിലേക്ക് തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതൊന്നും അവർക്ക് ആലോചിച്ചുകൂടെ? എന്നിട്ട് അള്ളാഹു പറയുന്നു, വ ഇൻ കുല്ലുൽ ലമ്മ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. അവരെല്ലാവരും തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ്. ഇവരെല്ലാവരെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കും എന്ന് പറഞ്ഞാൽ ഇവർ ഈ ലോകത്തേക്ക് ഇനി തിരിച്ചു വരൂലെന്നേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ആ സമയത്ത് അള്ളാഹു ഇതിനുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള വിചാരണ അവിടെ നടത്തും. വളരെ വ്യക്തമായ താക്കീതാണ് അവിടെ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ ദൂതന്മാർ ഇവരെ കൃത്യമായിട്ട് ധരിപ്പിച്ചിരുന്നു എന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിഞ്ഞിട്ട് പോലും ഇവർ ആ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ എന്നുള്ളതാണ് അള്ളാഹു അവിടെ യാ ഹസ്രത്തൻ, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. കുറച്ചധികം പാരായണ നിയമങ്ങൾ വരുന്ന ആയത്തുകളാണ്. ഖീല ദുഖുലിൽ ജന്ന, ദാലിന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ജന്ന തനുവിൻ്റെ ശബ്ദ് മണിക്കണം. അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ജന്നത്ത എന്നുള്ളതിൻ്റെ അവസാനത്തെ താഇനെ മാറ്റി അവിടെ സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിച്ച് നിർത്തണം. അപ്പോൾ ജന്ന ജന്ന എന്നുള്ള രൂപത്തിലാണ് പാരായണം നിർത്തുകയാണെങ്കിൽ. ഖാലയാ ലൈത്ത ഖൗമി യഅലമൂൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അത് മദ് ആരിലായിട്ട് മാറും. ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വമാ അൻസൽന, അവിടെ മാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. വമാ അൻസൽന,
സായിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. ആൻസൽന, നൂനിൻ്റെ ശബ്ദം വെളിവാകാൻ പാടില്ല, അൻ എന്ന് പറയാൻ പാടില്ല. ആൻസൽന അല ഖൗമിഹി, അവിടെ അവസാനത്തെ ഹ ഉളമീർ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ഖൗമിഹി അതിനെ സൂചിപ്പിക്കാൻ ഒരു യാൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. മിംബാദി, ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. ബാഇൻ്റെ മുമ്പ് തൻവീനോ സുക്കൂണിലെ നൂനോ വരുമ്പോൾ അതാണ് നിയമം. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ മിൻ എന്ന് പറയില്ല, മിം സാവകാശം മീമിലേക്ക് കൊണ്ടുപോകുക. മിം ബഅദിഹി, അവിടെ ഹ ഉളമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാനാണ് യാൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. മിം ബഅദിഹി മിൻ ജുൻദിൻ, അവിടെ ജീമിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. മിൻ ജുൻദിൻ, ജുന്ദിൻ എന്നുള്ളിടത്ത് ദാലിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് അവിടെയും ഇഖ്ഫ ആണ്, ജുന്ദിൻ. മിനസ്സമായി, ജുന്ദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ജുന്ദിം മിനസ്സമായി. സമാ എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ ഒരൊറ്റ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. നിർബന്ധമായും 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം, മദ്ദ് മുത്തസിൽ. വമാ കുന്ന, നൂനിൻ്റെ ശബ്ദ് മണിക്കുക. മൂൻസി, അവിടെ സായിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്ന് ഇഖ്ഫ ചെയ്യുക അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മൂൻസി. മുൻസിലീൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ഇൻകാനത്ത്, കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫ ചെയ്യുക. ഇൻകാനത്ത്. ഇല്ല സൊയ്ഹത്തൻ വാഹിദത്തൻ, അവിടെ സൊയ്ഹത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വാവാണ്, ആ വാവിലേക്ക് തൻവീനെ ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സൊയ്ഹത്തൻ വാഹിദത്ത്, സൊയ്ഹത്തൻ വാഹിദ. വാഹിദത്തൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ഫ ആണ്, ആ തൻവീനിനെ ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ വാഹിദത്താൻ ഫ, വാഹിദത്താൻ ഫ. ഫ ഇദാഹും ഹാമിദൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. യാ ഹസ്രത്തൻ, അവിടെ തൻവീന് ശേഷം ഐനാണ്, ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. യാ ഹസ്രത്തൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലൽ ഇബാദ്, അവിടെ ഒരു ജീമ് കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഇബാദ് എന്ന് പറയുമ്പോൾ ആ ദാലിന് സുക്കൂനിട്ടിട്ട് വേണം നിർത്താൻ. അങ്ങനെയാകുമ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ ബാ എന്നുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ ആവാം. അപ്പോൾ യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അവിടെ ദാലിന് സുക്കൂനിടുമ്പോൾ കുറച്ച് കട്ടിയിൽ പറയണം, കൽക്കലത്തിൻ്റെ അക്ഷരമാണത്. എന്നാൽ അവിടെ പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ എഴുതിയ പോലെ അങ്ങ് പോയാൽ മതി. അലൽ ഇബാദി മാ, അങ്ങനെ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോയാൽ മതി. മാ യതീഹിം മിൻ, യതീഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, ശേഷം മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. 2 മീമുകൾ അടുത്തടുത്ത് വന്നു, അതിൽ ആദ്യത്തെ മീമിന് സുക്കൂന്. അങ്ങനെയാകുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമായിട്ട് മണിച്ചിട്ട് പറയാം, ഇദ്ഗാം മുതമാസിലൈനി. അപ്പോൾ മാ യതീഹിം മിൻ. മിർ റസൂലിൻ, റാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ആ സുക്കൂണിലെ നൂനിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല, ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പം മിൻ എന്ന് പറയില്ല, മിർ റസൂലിൻ. മിർ റസൂലിൻ, മീ എന്ന് പറഞ്ഞിട്ട് റാഇന് ഷദ്ദുള്ള രൂപത്തിലാണ് പറയുക, മിർ റസൂലിൻ. റസൂലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീൻ വരുമ്പോൾ അതിനെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ റസൂലിൻ ഇല്ല, റസൂലിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. റസൂലിൻ ഇല്ല കാനു ബിഹി. ബിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉളമീർ, മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ബിഹി യസ്തഹ്സി ഊൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അലം യറൗ കം അഹ്ലക്ന ഖബ്ലഹും, ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ഖബ്, ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഖബ്ലഹും മിൻ, 2 മീമുകൾ അടുത്തടുത്ത് വന്നു, ആദ്യത്തെ മീമിന് സുക്കൂന്, രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമാക്കിയിട്ട് മണിച്ചിട്ട് പറയാം, ഖബ്ലഹും മിൻ. മിനൽ ഖുറൂനി അന്നഹും, നൂനിൻ്റെ ഷദ്ദ് മണിക്കുക. ഇലൈഹിം ലാ യർജിഊൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. വ ഇൻ കുല്ലുൻ, കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ വ ഇൻ കുല്ലുൻ ലമ്മ. കുല്ലുൻ ലമ്മ എന്ന് പറയുമ്പോൾ ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു, ആ തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല, ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ കുല്ലുൽ ലമ്മ, കുല്ലു എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള ലാമ് പറയുന്ന പോലെ കുല്ലുൽ ലമ്മ, അവിടെ ലമ്മ എന്നുള്ളിടത്ത് മീമിൻ്റെ ഷദ്ദ് മണിക്കണം. ജമിയ ഉല്ലദൈന, അവിടെ ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു, അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാ ഗുന്ന. അപ്പോൾ ജമിയ ഉല്ലദൈന, ജമിയ ഉല്ലദൈന. മുഹ്ളറൂൻ, അവസാനത്തെ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ.
ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅ്തീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഖീല ദഖുലിൽ ജന്ന, അവിടെ ഉദ്ഖുൽ എന്നുള്ള പദം എങ്ങനെ വന്നതാ? ദഖല എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഉദ്ഖുൽ. അതിൻ്റെ തുടക്കത്തിൽ ഉ എന്നെങ്ങനെയാണ് പറയുക? ഈ എന്ന് പറഞ്ഞൂടെ? സാധാരണ ഖറഅ ഇഖ്റ എന്നല്ലേ പറയാം, ജലസ ഇജ്ലിസ് എന്നല്ലേ പറയാം. എന്നാൽ ഇവിടെ ഉദ്ഖുൽ, ഇദ്ഖൽ എന്നല്ല, ഉദ്ഖുൽ എന്നാണ്. അത് നോക്കാനുള്ള രീതി, ദഖല എന്നുള്ളത് മാദിയായ രൂപമാണല്ലോ, അതിനെ മുദാരിയാക്കുമ്പോൾ യദ്ഖുലു. യദ്ഖുലു എന്നുള്ളത് എഴുതുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അക്ഷരം എന്താണ്? ഹു എന്നാണ് അല്ലേ? യദ് ഹു. ആ മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മ ആയതുകൊണ്ട് തുടക്കത്തിലുള്ള യാഇനെ മാറ്റിയിട്ട് അവിടെ ഹംസത്തു വസ്ലിടുമ്പോൾ അതിന് ഉച്ചാരണം ഉ എന്നുള്ള രൂപത്തിലാണ് കൊടുക്കുക. ഉദ്ഖുൽ, അവസാനത്തെ ലാമിന് സുക്കൂനിടും. അങ്ങനെയാണ് അവിടെ അതിനെ അമ്രുണ്ടാക്കുക അല്ലെങ്കിൽ കൽപ്പനക്രിയ ഉണ്ടാക്കുക. അപ്പോൾ ഉദ്ഖുൽ എന്നാണ് ആ പദം. ഉദ്ഖുൽ എന്നുള്ള പദത്തിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു അക്ഷരമോ മറ്റോ വരികയാണെങ്കിൽ പിന്നെ ആ ഹംസത്തു വസ്ൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഖീല എന്ന് പറഞ്ഞിട്ട് നേരെ ദാല് പറഞ്ഞത്, ഖീല ദഖുൽ. അവിടെ ആ ഹംസത്തു വസ്ൽ നഷ്ടപ്പെട്ടു. അതേ സമയത്ത് ഖീല എന്ന് അവിടെ ഇല്ലാതെ അവിടെ ഉദ്ഖുൽ എന്നുള്ളത് മാത്രമായിരുന്നുവെങ്കിൽ ഉ എന്ന് തന്നെ പറയണം, ഉദ്ഖുൽ എന്ന് തന്നെ പറയണം. ഇവിടെ ആ ഖീല എന്നുള്ള പദം വന്നപ്പോൾ ഹംസത്തു വസ്ൽ നഷ്ടപ്പെട്ടതാണ്, ഖീല ദഖുൽ എന്നായത്. ഇനി അവിടെ ലാമിന് സുക്കൂനുള്ളത് മാറ്റി കസറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ ലാമിന് സുക്കൂനാണ് ശരിക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലാമിന് സുക്കൂന് ശേഷം അൽ ജന്നത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനിലെ ലാമാണ്. അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നു, അത് വരാൻ പാടില്ല. അങ്ങനെയാകുന്ന സമയത്ത് ആദ്യത്തെ സുക്കൂനെ മാറ്റും. അങ്ങനെയാണ് ഇവിടെ കസർ കൊടുത്തത്. അതുകൊണ്ടാണ് ഖീല ദഖുലിൽ ജന്ന എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയത്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. ഇപ്പോൾ ഇവിടെ മുക്രമൂൻ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മുക്രമീൻ എന്നായി. മുക്രമൂൻ എന്നുള്ളത് റഫിൻ്റെ രൂപമാണ്. മുക്രമീൻ എന്നുള്ളത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ്. അപ്പോൾ മിൻ വരുമ്പോൾ മുക്രമൂൻ എന്ന് ഉപയോഗിക്കില്ല, മുക്രമീൻ എന്നേ ഉപയോഗിക്കുള്ളൂ. വമാ അൻസൽന അലാ ഖൗമിഹി, അലാ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വന്ന ഇസ്മിന് ജറ് കിട്ടി, അതുകൊണ്ടാണ് ഖൗമി എന്നെഴുതിയത്. ഖൗമി എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഹു എന്ന് ചേരൂല. അവിടെ അല വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഖൗമുഹു എന്നാ പറയാം, ഖൗമുഹു. ഇവിടെ അല വന്നപ്പോൾ ഖൗമി എന്ന് എഴുതി. ആ ഖൗമി എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ ഹു എന്ന് ചേരൂല, ഹി എന്നേ ചേരുള്ളൂ. അതാണ് അല ഖൗമിഹി എന്ന് വന്നത്. മിൻ ബാദി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. ബാദ എന്നുള്ളതിന് ബാദി എന്ന് കിട്ടി മിൻ വന്നപ്പോൾ. മിൻ ജുൻദിൻ, ജുൻദ് എന്നുള്ളതിന് മുമ്പ് ഹർഫ് ജറായിട്ടുള്ള മിൻ വന്നു. അപ്പോൾ ജുൻദിൻ കസ്ർ തൻവീനും കൊണ്ട് ആ ഒരു ജറിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. മിന സമാഇ, അവിടെയും മിന്ന് വന്നു. അപ്പോൾ സമാഇന് ജറ് കിട്ടി. അതാണ് സമാഇ എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതാനുള്ള കാരണം. വമാ കുന്ന മുൻസിലീൻ, അവിടെ കുന്ന എന്നുള്ളിടത്ത് ശരിക്ക് കാന എന്നുള്ളതിൻ്റെ കൂടെ നാ ചേർന്നതാണല്ലോ. അപ്പോൾ കാനയുടെ ഇസ്മ അവിടെ വന്നിട്ടുണ്ട്, കാനയുടെ ഖബറും വന്നിട്ടുണ്ട്. കാനയുടെ ഖബർ മുൻസിലൂൻ എന്നുള്ള പദമാണ്, കാനയുടെ ഇസ്മ ആ ഒരു നാ എന്നുള്ള പദമാണ്. കാന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് കാനയുടെ ഇസ്മ. പിന്നെ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് വരുന്നതാണ് കാനയുടെ ഖബർ. അപ്പോൾ ഇവിടെ നാ എന്നുള്ളതാണ് കാനയുടെ ഇസ്മ. കാനയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. പക്ഷേ ഇവിടെ നാ എന്നുള്ളതായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയും. എന്നാൽ കാനയുടെ ഖബറിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. നെസ്ബിൻ്റെ അടയാളം സാധാരണ ഫത്ത് കൊണ്ടാണെങ്കിലും എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ മുൻസിലൂൻ എന്നുള്ളതിന് എങ്ങനെയാണ് നെസ്ബ് കൊടുത്തത്? മുൻസിലീൻ എന്നാക്കി. മുൻസിലീൻ എന്നുള്ളത് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപമാണ്. അപ്പോൾ ഇവിടെ നെസ്ബിൻ്റെ രൂപം വരേണ്ടത് കൊണ്ടാണ് മുൻസിലൂൻ എന്നെഴുതാതെ മുൻസിലീൻ എന്നെഴുതിയത്. ഇൻ കാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദത്തൻ, സ്വൈഹത്തൻ വാഹിദത്തൻ. സ്വൈഹത്ത് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് വാഹിദത്ത്. അതുകൊണ്ട് രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വൈഹത്തൻ വാഹിദത്തൻ, രണ്ടും സ്ത്രീലിംഗാണ്, രണ്ടും നെസ്ബ് കിട്ടിയ രൂപത്തിലാണ്, രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഫൈദാഹും ഹാമിദൂൻ യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അല എന്നുള്ള ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ഇബാദി എന്ന് അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. മാ യഅ്തീഹിം മിൻ റസൂലിൻ, മിൻ ഹർഫ് ജറാണ്, റസൂലിൻ എന്ന് ജറുള്ള രൂപത്തിൽ എഴുതി. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും
മിനൽ ഖുറൂനി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, ആ ഖുറൂൻ എന്നുള്ളതിന് ജർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഖുറൂനി എന്നെഴുതിയത്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.